അസ്സലാമു അലൈക്കും. സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു ഈവനിങ് സ്നാക്സ് ആയാല ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ചിട്ട്. അതിന് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഉടച്ചെടുക്കുക. ഒരു ചെറിയ സവാള അരിഞ്ഞിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കണില്ല. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മറന്നേരം വഴറ്റി കൊടുക്കാം കേട്ടോ. ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മസാലപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. പൊടികളുടെയൊക്കെ പച്ചമണം മറന്നേരം വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. നമുക്കിനി ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാ മസാലയും ഉരുളക്കിഴങ്ങിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക, ഒന്ന് ചൂടാറി വരട്ടെ. ബ്രെഡ് എടുക്കണ്ട കേട്ടോ. കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. ബ്രെഡിലേക്ക് നമുക്ക് മസാല ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം തേച്ച് കൊടുക്കാം കേട്ടോ. ഒരെണ്ണത്തിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാത്തിലും ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ 2 ബ്രെഡിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്നിട്ടിതിങ്ങനെ ഈ ബ്രെഡിനെ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഒരു 3 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനത് ഇങ്ങനെ 3 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ മസാല പുരട്ടിയിട്ട് ഇങ്ങനെ 3ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളൂ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഒന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലോണം കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് ഈ റസ്ക് പൊടിയിലും മുക്കിയിട്ട് ഒന്ന് എല്ലായിടും ഒന്ന് റസ്ക് പൊടി ആക്കി കൊടുക്കാം. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിനി അത് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിനി കോരി മാറ്റാം കേട്ടോ. ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കൂടെ എനിക്ക് ഇത് ഫ്രൈ ചെയ്യാനൊക്കെ സഹായിക്കാൻ ഒരാളുടെ കേട്ടോ. എൻ്റെ ഇത്താത്തയുടെ മോൻ്റെ മോനാണ് അക്കീഫ് ആലം. അവൻ എൻ്റെ കൂടെ സഹായിക്കാൻ നിൽക്കുകയാണ്. ഫ്രൈ ചെയ്യണതൊക്കെ നോക്കി നിൽക്കുകയാണ്. നമുക്കിനി ഫ്രൈ ചെയ്യാം കേട്ടോ. രണ്ടാമതിട്ടത് ഞാൻ കോരി മാറ്റാം കേട്ടോ. അങ്ങനെ എൻ്റെ ഈവനിങ് സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ അക്കിയാണ് കേട്ടോ അത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പോണത്. പറയുക. ഹലോ ഗൈസ്.
സ്നാക്സ് കാണിച്ചു കൊടുക്ക്. അതൊന്നും കണ്ടിട്ടില്ല. മതി. നക്കി കഴിക്കണം. പറ സോസ് മുക്കി കഴിക്കണം. സോസ് മുക്കി കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അക്കീഫ് ആലം പറഞ്ഞതൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം കേട്ടല്ല. എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.